ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്നലെയാണ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്തത്. എന്നാൽ ഇനി സൈനിങ് നടക്കുമോ? ഇതാണ് ആരാധകർ ചോദിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് 3 പ്രധാനപ്പെട്ട സൈനിങ് നടത്താനായിട്ട് ഒരുങ്ങുന്നുവെന്ന് ഇന്നലെ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും അത് പൂർത്തിയാക്കിയോ എന്നൊന്നും അറിയില്ല. കാരണം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. അതാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്ന ഒരു ചോദ്യം. എന്നാൽ ഇനി സൈനിങ് നടക്കുമോ? കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി സൈനിങ് പ്രഖ്യാപിക്കുമോ? ഇതാണ് ഇപ്പോൾ ആരാധകർ ഉയർത്തുന്ന ചോദ്യം. എന്നാൽ സൈനിങ് ഇനി നടക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് അടച്ചെങ്കിൽ പോലും ഫ്രീ ഏജൻ്റായി നിൽക്കുന്ന താരങ്ങളെ സ്വന്തമാക്കാനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. ഒരു ടീമുമായി കരാറിൽ ഏർപ്പെട്ട താരത്തെ മാത്രമാണ് സ്വന്തമാക്കാനായി ഇനി കഴിയാത്തത്. അത് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ചെയ്താലും നമുക്ക് ഫ്രീ ഏജൻ്റായുള്ള താരങ്ങളെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ഏജൻ്റ് ആയ താരങ്ങളെ ഏതെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു എന്നതും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബംഗളൂരു FCയുടെ ഒരു സൂപ്പർ താരത്തെയും അതുപോലെ തന്നെ ഷിലോങ് ലെജോങ്ങിൻ്റെ മറ്റൊരു സൂപ്പർ താരത്തെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്നുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നു. ഇരു താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഇനി സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. കാരണം ഇരു താരങ്ങൾക്കും അവരുടെ ടീമുമായി കരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവർ എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി ഇന്നലെ ഡീൽ സെറ്റാക്കിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി ഫ്രീ ഏജൻ്റായി നിൽക്കുന്ന താരങ്ങളെ മാത്രമേ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു ടീമുമായി കരാറിൽ ഏർപ്പെട്ട താരത്തെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവരാൻ ഇനി ബ്ലാസ്റ്റേഴ്സിന് കഴിയില്ല. കാരണം ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്തിട്ടുണ്ട്.